Network News is brought to you in association with Kallarikals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. കേരളത്തിലെ മതനിരപേക്ഷത തകർക്കാനാണ് വർഗീയ ശക്തികളുടെ ശ്രമം എന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കാലിക്കടവ് ടൗണിൽ LDF വടക്കൻ മേഖല വികസന മുന്നേറ്റ യാത്രയുടെ കാസർഗോഡ് ജില്ലാ സമാപന യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. സംഘപരിവാർ വിഭാഗത്തിൻ്റെ സ്ഥിരമായ അജണ്ടയല്ലേ നൂറുകണക്കിന് സഹാക്കളെയും പ്രവർത്തകരെയുമല്ലേ ഈ കാലഘട്ടത്തിൽ RSSും സംഘപരിവാറും വകവരുത്തിയത്. അതിനെ പ്രതിഷേധിച്ചുകൊണ്ട്, അതിനെ പ്രതിരോധിച്ചുകൊണ്ട് അതിശക്തിയായ പോരാട്ട വീര്യത്തോടെ പ്രവർത്തിച്ചതിൻ്റെ ഭാഗമായിട്ടല്ലേ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് കേരളത്തിൽ സ്വാധീനം നിലനിർത്താനും മുന്നേറാനും സാധിച്ചിട്ടുള്ളത്. എന്നിട്ട് ഇപ്പോഴും ഏറ്റവും അവസാനം UDFകാരോട് പ്രചരിപ്പിക്കുന്നത് ഞങ്ങൾ BJPയുമായിട്ട് നീങ്ങുന്നുണ്ട് എന്നാണ്. ദൈവത്തിന്റെ പണം കക്കുന്നവരല്ല LDFകാരെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. കുറ്റക്കാരായവരെ ആരെയും LDF സംരക്ഷിക്കില്ല. തുടർച്ചയായി 3ാം തവണയും LDF ഭരണം കേരളത്തിൽ തുടരുമെന്നാണ് ആദ്യ ജില്ലയിലെ പര്യടനം പൂർത്തിയാക്കുമ്പോൾ മനസ്സിലാവുന്നതെന്ന് MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. ജില്ലാതല സമാപന യോഗത്തിൽ RJD ജില്ലാ പ്രസിഡന്റ് VV കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. M രാജഗോപാലൻ MLA, മുൻ MP P കരുണാകരൻ, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം P ജനാർദ്ദനൻ, KP സതീഷ് ചന്ദ്രൻ, MV ബാലകൃഷ്ണൻ, VK ഹനീഫ ഹാജി, E കുഞ്ഞിരാമൻ, KV ജനാർദ്ദനൻ, ഡോക്ടർ VPP മുസ്തഫ, ജാഥാംഗങ്ങളായ P സന്തോഷ് MP, മുൻ MLA KS സലീഖ, കാസിം V ഇരിക്കൂർ, കേരള കോൺഗ്രസ് നേതാവ് മാത്യു കുന്നപ്പള്ളി, എടാവിൽ മോനച്ചൻ എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോടികൾ ചെലവിട്ട് 26 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച പിണറായിക്കും പരിവാരങ്ങൾക്കും 26 ലക്ഷം രൂപയുടെ വികസനം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും 10 കോടി ചെലവിട്ട് ലാഗോസിൽ പോയ വ്യവസായ മന്ത്രിക്ക് കാഴ്ചക്കാരനായി മടങ്ങേണ്ടി വന്നുവെന്നും മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി. കാറമേലിൽ മുസ്ലിം ലീഗ് വെള്ളൂർ ശാഖ ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വെള്ളൂർ ശാഖ മുസ്ലിം ലീഗ് ഓഫീസ് CH സ്മാരക സൗധത്തിന്റെ ഉദ്ഘാടനം കാറമേലിൽ നടന്നു. മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി KM ഷാജി ഉദ്ഘാടനം നിർവഹിച്ചു. കോടികൾ ചിലവിട്ട് 26 വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച പിണറായിക്കും പരിവാരങ്ങൾക്കും 26 ലക്ഷം രൂപയുടെ വികസനം പോലും കൊണ്ടുവരാൻ സാധിച്ചില്ലെന്നും 10 കോടി ചിലവിട്ട് ലാഗോസിൽ പോയ വ്യവസായ മന്ത്രിക്ക് കാഴ്ചക്കാരനായി മടങ്ങേണ്ടി വന്നുവെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ KM ഷാജി പറഞ്ഞു. തമിഴ്നാട്ടിൽ അവിടുത്തെ ഗവൺമെന്റിന് സമ്മർദ്ദം ചെലുത്തി വാങ്ങാൻ അറിയാം, ആ നാട്ടിൽ വാങ്ങാൻ അറിയാം. പക്ഷെ കേരളത്തിൽ അതിന്റെ ആവശ്യമില്ല. എന്താ കാരണം? എന്തിനാ കേരളത്തിന് കൊടുക്കുന്നത്? കേരളത്തിൽ ഒരാളെ മാനേജ് ചെയ്താൽ മതി. ആരെയാണ്? അത് പിണറായി വിജയനെയാണ്. എന്തിനാ കേരളത്തിന് കൊടുക്കുന്നത്? പിണറായി വിജയനെയും വിജയന്റെ മക്കളെയും
സംരക്ഷിക്കാം എന്ന ഒറ്റ ഉറപ്പ് കൊണ്ട് ഇയാളെ വരച്ച വരയിൽ നിർത്താമെന്ന് കേന്ദ്രത്തിന് അറിയാം. സ്റ്റാലിൻ പവർഫുൾ ആണ്, കർണാടക പവർഫുൾ ആണ്. അവർ സെൻട്രൽ ഗവൺമെന്റിൽ സമ്മർദ്ദം ചെലുത്താൻ അവർക്ക് കഴിയും. എന്നാൽ കേരളത്തിൽ പിണറായി വിജയനെ മാത്രം മാനേജ് ചെയ്താൽ മതി എന്ന് കേന്ദ്ര ഗവൺമെന്റിന് അറിയാം. 26 രാജ്യം വിസിറ്റ് ചെയ്തിട്ട് 26 ലക്ഷം രൂപയോടും കൂടി കിട്ടിയിട്ടില്ല. എന്നാൽ 26 ലോകരാജ്യങ്ങൾ കണ്ടതല്ലേ, ആ സ്വഭാവമെങ്കിലും ഒന്ന് നന്നാക്കിയാൽ മലയാളി രക്ഷപ്പെടില്ലായിരുന്നു. അതെങ്കിലും ഒന്ന് നന്നാക്കിയാൽ. ഇത്രയും നാടിന് നന്നാക്കിയിട്ടും നിങ്ങളെ ആ സ്വഭാവം ഒരു മൂലി സ്വഭാവം മാറിയിട്ടില്ലല്ലോ. ചടങ്ങിൽ TVP അബ്ദുൾ ഫത്താഹ് അധ്യക്ഷനായി. നവീകരിച്ച M. അബ്ദുള്ള സ്മാരക കോൺഫറൻസ് ഹാൾ ജില്ലാ ജനറൽ സെക്രട്ടറി KT സഹദുള്ള ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് വാർഡ് കൌൺസിലർമാരെ ചടങ്ങിൽ വെച്ച് ഉപഹാരം നൽകി അനുമോദിച്ചു. മുസ്തഫ പൊന്നമ്പാറ, TP അബ്ദുൾ ഖാദർ, മുഹമ്മദ് ഇക്ബാൽ, TVP മുഹമ്മദ് കുഞ്ഞി, ജിയാസ് വെള്ളൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. കാത്തിരിപ്പിന് വിരാമമിട്ട് ഭക്തിനിർഭരമായ അന്തരീക്ഷത്തിൽ അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിൽ മുച്ചിലോട്ട് ഭഗവതിയുടെ തിരുമുടി നിവർന്നു. നീണ്ട 13 സംവത്സരങ്ങൾക്ക് ശേഷം നടന്ന പന്തൽ മാംഗല്യം ദർശിക്കാൻ 10,000-കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രാങ്കണത്തിലേക്ക് ഒഴുകിയെത്തിയത്. തിരുമുടി നിവരുന്നതിന് മുന്നോടിയായി ഭക്തിയുടെ കനൽ വഴികളിലൂടെയുള്ള മേലേരി കയ്യേക്കൽ ചടങ്ങ് നടന്നു. തുടർന്ന് ക്ഷേത്രാങ്കണത്തിലെ കൈലാസക്കല്ലിനു മുന്നിൽ ആഢയാഭരണങ്ങൾ അണിഞ്ഞ ഭുവനി മാതാവായ മുച്ചിലോട്ടമ്മയുടെ തിരുമുടി നിവർന്നപ്പോൾ ഭക്തർക്കത് ദർശന സായുജ്യമായി. ഇരു കൈകളിലും ദീപികക്കോലുകളുമേന്തി തിളങ്ങുന്ന വെള്ളിപ്പൊയ് കണ്ണുകൾ അണിഞ്ഞ് ചെണ്ടയുടെ പതിഞ്ഞ താളത്തിൽ ചീനിക്കുഴലിന്റെ നാദത്തിൽ ഭഗവതി ക്ഷേത്രം വലം വെച്ചു. തുടർന്ന് മണിക്കിണർ ദർശനം നടത്തി പൊയ്ക്കണ്ണഴിഞ്ഞ് ചെണ്ടയുടെ താളത്തിൽ ക്ഷേത്രമുറ്റത്ത് തിരുനർത്തനമാടി. പുലർച്ചെ മുതൽ തന്നെ വിവിധ തെയ്യക്കോലങ്ങൾ ക്ഷേത്രമുറ്റത്ത് ആടിത്തിമിർത്തു. പുലിയൂർക്കണ്ണൻ, നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർക്കാളി, കുറത്തിയമ്മ, വിഷ്ണുമൂർത്തി തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നാടിന്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയ ഭക്തജനങ്ങളെ കൊണ്ട് അതിയടം ഗ്രാമം അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞു കവിഞ്ഞു. ന്യൂസ് ബ്യൂറോ, പഴയങ്ങാടി. പുത്തൂരിലെ 20 ഏക്കർ നെൽകൃഷി നശിച്ച സംഭവത്തിൽ കർഷകരെ സഹായിക്കുമെന്ന് സ്ഥലം സന്ദർശിച്ച TI മധുസൂദനൻ MLA വിഷയം നിയമസഭയിൽ ഉന്നയിക്കുമെന്നും MLA പറഞ്ഞു. കരിവെള്ളൂർ പുത്തൂർ പാടശേഖരത്ത് 20 ഏക്കറോളം നെൽകൃഷി നശിച്ചിരുന്നു. നെൽച്ചെടികളിലെ കതിരുകളൊന്നും വിളയാതെ പതിരായി പോയതായിരുന്നു പ്രശ്നം. പുതിയ H4 എന്ന സങ്കരയിനം ശ്രീലങ്കൻ നെൽവിത്ത് പരീക്ഷിച്ചതാണ് കർഷകർക്ക് വിനയായത്. കൊയ്യാൻ സമയമായപ്പോഴാണ് മുഴുവനും പതിരായി പോയതെന്ന് കർഷകർക്ക് മനസ്സിലായത്. പതിരായി പോയ വയലുകൾ TI മധുസൂദനൻ MLA സന്ദർശിച്ചു. കർഷകർക്ക് നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന് വയലുകൾ സന്ദർശിച്ച ശേഷം MLA പറഞ്ഞു. അപ്പോൾ ഒരു വഴിയുമില്ലാത്ത നിലയിൽ ഇനി തുടർന്ന് കൃഷി ചെയ്യാനുമില്ല. വിത്തെല്ലാം പോയി, നന്നായിട്ട് വിളഞ്ഞു വന്നിട്ടുള്ളത് എല്ലാം ചാഴിയായിപ്പോയി. എന്താ ചെയ്യേണ്ടത് എന്നുള്ള വലിയ ആശങ്കയിലും വലിയ വിഷമത്തിലുമാണ് കൃഷിക്കാർ നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ കാണുന്നത് കൃഷിഭവൻ മുഖേന എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളത് അവരുമായിട്ട് ആലോചിക്കുന്നുണ്ട്. ഇപ്പോൾ നിയമസഭ നടക്കുകയാണ്. ഇവിടുത്തെ ഈ പ്രത്യേക വിഷയം കൃഷിവകുപ്പിൻ്റെ റിപ്പോർട്ടടക്കം വെച്ചുകൊണ്ട് കൃഷി വകുപ്പ് മന്ത്രിക്ക് തന്നെ ഒരു നാടിൻ്റെ ആവശ്യങ്ങൾ, ഈ കഷ്ടനഷ്ടം പരിഹരിക്കുന്നതിനുള്ള എന്തെങ്കിലും ആശ്വാസ പദ്ധതി ഒരു അടിയന്തര പ്രാധാന്യമുള്ള കാര്യമെന്ന നിലക്ക്
കൃഷിക്കാർക്ക് കൈത്താങ്ങ് ഗവൺമെൻറ് കൊടുക്കണമെന്നുള്ളൊരാവശ്യം ഗവൺമെൻറ് മുന്നിൽ ഉന്നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് കൃഷിവകുപ്പും മറ്റ് ഈ രംഗത്ത് ശാസ്ത്രീയമായിട്ടൊരു ധാരണയുള്ളവരും എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിന് കൃത്യമായി ശാസ്ത്രീയമായി പഠിച്ച് ഭാവിയിൽ ഇതിങ്ങനെ ഒരു ദുർഗതി വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ജാഗ്രത ഉണ്ടാവണമെന്നുള്ളതാണ് പൊതുവിൽ ഞങ്ങൾ കാണുന്നത്. കൃഷി വകുപ്പിന്റെ റിപ്പോർട്ട് അനുസരിച്ച് നിയമസഭയിൽ അടിയന്തര വിഷയമായി പ്രശ്നം ഉന്നയിക്കുമെന്നും കർഷകർക്ക് സഹായം നൽകുമെന്നും MLA കൂട്ടിച്ചേർത്തു. കൃഷി ഓഫീസർ AN അനുഷ, K മധു, കണ്ണൻ, സതീശൻ, P ഭാസ്കരൻ തുടങ്ങിയവർ MLAക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. മത്സ്യകൃഷിയിലേക്ക് ഇറങ്ങി മാതൃക സൃഷ്ടിച്ച് IT EK നായനാർ സ്മാരക ഗ്രന്ഥാലയം. സംസ്ഥാന ഫിഷറീസ് വകുപ്പിന്റെ ജനകീയ മത്സ്യകൃഷി പദ്ധതിയുടെ ഭാഗമായാണ് ITയിൽ വളപ്പ് മത്സ്യകൃഷി ആരംഭിച്ചത്. IT റെഡ് സ്റ്റാർ ക്ലബ്ബുമായി ചേർന്ന് EK നായനാർ സ്മാരക വായനശാല ഗ്രന്ഥാലയത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച ജനകീയ മത്സ്യകൃഷി പദ്ധതിയിൽ 500-ൽ പരം കാളാഞ്ചി മത്സ്യങ്ങളെയാണ് വളർത്തുന്നത്. കൗവായി കായലിന്റെ IT ഭാഗത്ത് പ്രത്യേകം തയ്യാറാക്കിയ പെൻ കൾച്ചർ കൃഷിയിലൂടെയാണ് ഗ്രന്ഥാലയം പ്രവർത്തകർ തുടക്കമിട്ടത്. കാളാഞ്ചി മത്സ്യക്കുഞ്ഞുങ്ങളെ വലിയ കൂടുകളിലാക്കി നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ K പൂമണി കൗവായിക്കായലിൽ നിക്ഷേപിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു. റെഡ് സ്റ്റാർ ക്ലബ്ബ് പ്രസിഡന്റ് KP ലക്ഷ്മണൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. പടന്ന ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ PV അശ്വതി, KV സജിത്ത്, K ഷിബിൻ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഭാഗമായി ജൈവ വൈവിധ്യത നഷ്ടപ്പെടുന്നത് തടയാൻ കർഷകരും ജൈവ വൈവിധ്യ ബോർഡ് അംഗങ്ങളും പ്രത്യേകം ശ്രദ്ധ വെക്കേണ്ടതുണ്ടെന്ന് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ പിലിക്കോട് ഉത്തരമേഖല കാർഷിക ഗവേഷണ കേന്ദ്രത്തിൽ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന കാർഷിക സെമിനാർ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തണ്ണീർ തീരദേശങ്ങളും മറ്റു വറ്റാത്ത പ്രദേശങ്ങളും സംരക്ഷിക്കണമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ലോക തണ്ണീർത്തട ദിനത്തിലാണ് കേരള കാർഷിക സർവകലാശാലയ്ക്ക് കീഴിലെ പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ കാർഷിക സെമിനാർ സംഘടിപ്പിച്ചത്. ചമയം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ പിലിക്കോട് കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവി ഡോക്ടർ T വനജ അധ്യക്ഷത വഹിച്ചു. പന്നിയൂർ കുരുമുളക് ഗവേഷണ കേന്ദ്രത്തിലെ അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ സഞ്ജു ബാലൻ പദ്ധതി വിശദീകരിച്ചു. സ്റ്റെസി S, PK രതീഷ്, സാബു ജോസഫ്, KV സുമേഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് തണ്ണീർത്തട സംരക്ഷണത്തിൽ കൈപ്പാടിന്റെ പ്രസക്തി എന്ന വിഷയത്തിൽ നടന്ന സെമിനാറിൽ ഗവേഷകയും ഉത്തരമേഖല പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രം മേധാവിയുമായ ഡോക്ടർ T വനജ വിഷയാവതരണം നടത്തി. സമാപന ചടങ്ങ് നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM മീനാകുമാരി ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ സഞ്ജു ബാലൻ അധ്യക്ഷത വഹിച്ചു. പിലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് E കുഞ്ഞിരാമൻ മുഖ്യാതിഥിയായിരുന്നു. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരും ജൈവ വൈവിധ്യ സമിതി അംഗങ്ങളുമായ 75 പ്രതിനിധികൾ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കോഴിക്കോട് നടക്കുന്ന സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ സംസ്ഥാന സമ്മേളന പ്രചാരണ ഭാഗമായി തൃക്കരിപ്പൂരിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഓട്ടോ റാലി നടത്തി. മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് S കുഞ്ഞഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. കോഴിക്കോട് നടക്കുന്ന സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU സംസ്ഥാന സമ്മേളന പ്രചരണ ഭാഗമായി തൃക്കരിപ്പൂരിൽ ഓട്ടോറിക്ഷ തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഓട്ടോ റാലി നടത്തി. സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നാടിനെ അറിയിക്കുക എന്ന ലക്ഷ്യവുമായി ഓട്ടോറിക്ഷ തൊഴിലാളികളുടെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിലൂടെ ഓട്ടോ റാലി നടത്തി. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച റാലി മുസ്ലിം ലീഗ് തൃക്കരിപ്പൂർ പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് S കുഞ്ഞഹമ്മദ് ഫ്ളാഗ് ഓഫ് ചെയ്തു. STU തൊഴിലാളി സംഘടനാ നേതാക്കളും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് നേതാക്കളും പങ്കെടുത്തു. വിവിധ കേന്ദ്രങ്ങളിലൂടെ പ്രയാണം നടത്തിയ ഓട്ടോ റാലി വൈകുന്നേരത്തോടെ ടൗണിൽ സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. അതിയട മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി സാംസ്കാരിക സമ്മേളനം സംഘടിപ്പിച്ചു. ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. അതിയടം ശ്രീ മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഞായറാഴ്ച നടന്ന സാംസ്കാരിക സമ്മേളനം ഹൈക്കോടതി ജഡ്ജി PV കുഞ്ഞികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രി PK ശ്രീമതി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV രാജേഷ്, സൂര്യകാന്തി ഗ്രൂപ്പ് ചെയർമാൻ KP മനോജ് കുമാർ എന്നിവർ മുഖ്യാതിഥികളായി.
കരിവള്ളൂർ വല്യച്ഛൻ പ്രമോദ് കോമരം അനുഗ്രഹ പ്രഭാഷണം നടത്തി. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി ചന്ദ്രൻ, മാട്ടൂൽ പഞ്ചായത്ത് പ്രസിഡന്റ് ബി നസീർ, ജില്ലാ പഞ്ചായത്ത് അംഗം പി വി ജയശ്രീ, കെ പത്മനാഭൻ, എം ബി ഉണ്ണികൃഷ്ണൻ, കെ വി ഷാജി, കീപ്പള്ളി പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. കെ കൃഷ്ണൻ, അനിൽ ജി നമ്പ്യാർ, ഒ വി വികേഷ് എന്നിവർ സംബന്ധിച്ചു. പിന്നണി ഗായകൻ ബിജു നാരായണൻ, ഗായിക ദുർഗ വിശ്വനാഥ് എന്നിവരുടെ ഗാനമേളയും അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി അതിയടം പാലോട്ടുകാവിൽ നിന്ന് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തിനിർഭരമായ കാഴ്ചവരവ് നടന്നു. നാടിന്റെ കൂട്ടായ്മയും സാഹോദര്യവും വിളിച്ചോതുന്ന ഒന്നായി മാറി കാഴ്ചവരവ്. ഞായറാഴ്ച വൈകിട്ട് അതിയടം പാലോട്ടുകാവിൽ നിന്ന് മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഭക്തിനിർഭരമായ കാഴ്ചവരവ് നടന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നൂറുകണക്കിന് മുത്തുകുടകളുമായി ഭക്തജനങ്ങൾ കാഴ്ചവരവിൽ അണിനിരന്നു. ആവേശത്തോടെ കാഴ്ചത്തൊണ്ടുകളുമായി യുവാക്കളും കാഴ്ചയിൽ അണിചേർന്നു. ഒരു ക്ഷേത്രത്തിൽ നിന്ന് മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കാഴ്ചയെത്തിക്കുന്നത് നാടിന്റെ ഐക്യം വിളിച്ചോതുന്നു എന്ന് സംഘാടകർ പറയുന്നു. പൂർവികന്മാരുണ്ടാക്കി വെച്ച ആചാരത്തിന്റെ ഭാഗമായിട്ടാണ് 13 വർഷം കൂടുമ്പോൾ പെരുങ്കളിയാട്ടം നടത്തുന്ന മുച്ചിലോട്ട് കാവിലേക്ക് അതിയടം പാലോട്ട് കാവിൽ നിന്ന് കാഴ്ചവരവുമായി ഭക്തജനങ്ങൾ പോകുന്നത്. മുൻകാലങ്ങളിൽ ഉള്ള ബന്ധം തന്നെ അത് ഇന്നും നിലനിർത്തിക്കൊണ്ട് രണ്ട് ക്ഷേത്രങ്ങളും തമ്മിലുള്ള ബന്ധം എന്നും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനാണ് രണ്ട് ക്ഷേത്രങ്ങളുടെ കമ്മിറ്റികളുടെയും ആചാരക്കാരുടെയും ലക്ഷ്യം. മുൻകാലങ്ങളിൽ ഈ അതിയടം പാലോട്ട് കാവിൽ നിന്ന് അതിയടം മുച്ചിലോട്ട് കാവിലേക്ക് അവിടെ അടിയന്തരം നടത്തണമെങ്കിൽ അതിയടം പാലോട്ട് കാവിലുള്ള വെളിച്ചപ്പാടന്മാരുടെ അടയാഭരണങ്ങളും ചിരങ്കകളും കൊണ്ടുപോയി മുച്ചിലോട്ട് അടിയന്തരം അവിടുത്തെ കോമരത്തന്മാർ കെട്ടി അടിയന്തരം കഴിച്ച ചരിത്രം നമ്മുടെ പൂർവികന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. 13 സംവത്സരത്തിനു ശേഷം നടന്ന അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം ഒരു നാടിന്റെ ഐക്യവും കൂട്ടായ്മയും വിളിച്ചോതുന്നതായിരുന്നു. 2 നേരമുള്ള അന്നദാനത്തിലും ആയിരങ്ങൾ പങ്കെടുത്തു. പുലിയൂർ കണ്ണൻ, നരമ്പിൽ ഭഗവതി, കണ്ണങ്ങാട്ട് ഭഗവതി, പുലിയൂർ കാളി, വിഷ്ണുമൂർത്തി, മടയിൽ ചാമുണ്ടി, കുറത്തിയമ്മ തുടങ്ങിയ തെയ്യക്കോലങ്ങൾ കെട്ടിയാടി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചവരവിൽ പങ്കെടുത്ത ഭക്തജനങ്ങൾക്ക് ദാഹജലം നൽകി നെരുവമ്പ്രത്തെ മുസ്ലിം യുവജന കൂട്ടായ്മ. നാടിന്റെ മത സാഹോദര്യം വിളിച്ചോതുന്ന കാഴ്ചയായി മാറി ഈ പുണ്യപ്രവൃത്തി. അതിയടം മുച്ചിലോട്ട് ഭഗവതി ക്ഷേത്രം പെരുങ്കളിയാട്ടം നാടിന്റെ ഐക്യവും മതസൗഹാർദ്ദവും ഊട്ടിയുറപ്പിച്ചു. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി അതിയടം പാലോട്ടുകാവിൽ നിന്നും മുച്ചിലോട്ട് ക്ഷേത്രത്തിലേക്കുള്ള കാഴ്ചവരവ് നെരുവമ്പ്രത്ത് എത്തിയപ്പോൾ അവർക്ക് ദാഹജലം നൽകി സ്വീകരിച്ചത് ഇവിടുത്തെ മുസ്ലിം യുവജന കൂട്ടായ്മയാണ്. ഇത് നാടിന്റെ മതസൗഹാർദ്ദത്തിന്റെ നേർക്കാഴ്ചയായി. നമ്മൾ സാധാരണ ഒരു 13 വർഷം ശേഷമുള്ള ഒരു കളിയാട്ടാണ്. ഈ കളിയാട്ടത്തിന് പാലോട്ട് കാവുന്ന് വരുന്ന ഈ ഒരു കാഴ്ചക്ക് ഒരു കുടിവെള്ളം കൊടുക്കുക എന്നതല്ല, ആ കൊടുക്കുന്നതിൽ ഒന്ന് അഷറഫൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ നമ്മളെ ഇബ്രാഹിം ഉണ്ട്, ഷെരീഫ് ഉണ്ട്, മനാഫ് ഉണ്ട്, അതുപോലെ സത്താറും ബാദുഷ, അതുപോലത്തെ ഒരുപാട് കുട്ടികളും ചെറുപ്പക്കാരാണ്. ഇത് മാത്രമല്ല, നമ്മൾ വർഷങ്ങളോളായിട്ട് 10-12 വർഷമായിട്ട് നമ്മൾ ഈ ഒരു മതസൗഹാർദ്ദത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ പാറന്തട്ട അമ്പലം, അതായത് വിഷുവിളക്കിന് നമ്മൾ സാധാരണ ഒരു 13 വർഷത്തോളായി നമ്മൾ ഈ കുടിവെള്ളം സ്ഥിരമായിട്ട് കൊടുക്കുന്നത്. ജാതിമത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ഒരു നാടിന്റെ കൂട്ടായ്മ വിളിച്ചോതുകയാണ് ഇത്തരം കാഴ്ചകൾ. MS സലീം, TV ഇബ്രാഹിം, PP അഷ്റഫ്, KV മനാഫ്, KV സത്താർ, PV ഷെരീഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് ദാനവും തുമ്പക്കോവൽ AKP ലൈബ്രറി ഹാളിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. വ്യാകരണ ശിരോമണി OK മുൻഷി അനുസ്മരണവും അവാർഡ് ദാനവും തുമ്പക്കോവൽ AKP പബ്ലിക് ഓറിയന്റൽ റിസർച്ച് ആൻഡ് പബ്ലിക് ലൈബ്രറി ഹാളിൽ നടന്നു. TI മധുസൂദനൻ MLA ഉദ്ഘാടനം ചെയ്തു. ഈ 3 പേരുടെയും അവരുടെ പയ്യന്നൂരിന്റെ ജീവിതത്തിൽ വെളിച്ചം പറഞ്ഞിട്ടുള്ള, വൈജ്ഞാനികമായ വഴികളിൽ വെളിച്ചം പറഞ്ഞിട്ടുള്ള യഥാർത്ഥത്തിലുള്ള നഷ്ടപ്പെടുക. 3 പേരുടെയും കീഴിലുള്ള പരിപാടികൾ എല്ലാ വർഷവും വളരെ സമ്പന്നമായ നിലയിൽ സംഘടിപ്പിച്ചു വരുന്ന ഒരു പൊതു ട്രസ്റ്റാണ് വിദ്വാൻ AK കൃഷ്ണൻ മാസ്റ്റർ സ്മാരക സമിതി. അതിൻ്റെ ഒരു പ്രവർത്തന സംവിധാനം പറയുന്നത്. ചടങ്ങിൽ P പത്മനാഭൻ അധ്യക്ഷനായി. ഡോക്ടർ C ലക്ഷ്മി അവാർഡ് ജേതാവിനെ പരിചയപ്പെടുത്തി. സദനം നാരായണൻ അവാർഡ് ജേതാവ് ഡോക്ടർ KH സുബ്രഹ്മണ്യന് അവാർഡ് സമർപ്പണം നടത്തി.
പാണപ്പുഴ പത്മനാഭൻ അനുസ്മരണ ഭാഷണം നടത്തി. വാർഡ് കൗൺസിലർ പോത്തേര കൃഷ്ണൻ, ഡോക്ടർ ഇ ശ്രീധരൻ, കെ വി നിമ്യ, കെ പി വിജയകൃഷ്ണൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ലൈബ്രറി കൗൺസിലിന്റെ കാസർഗോഡ് ജില്ലാ ഭാരവാഹിയും സാഹിത്യകാരനും പ്രഭാഷകനുമായ വാസു ചോറോഡിന്റെ 2ാം ചരമവാർഷിക ഭാഗമായി ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിലിന്റെ നേതൃത്വത്തിൽ വാസു ചോറോഡ് അനുസ്മരണം നടത്തി. തടിയൻകോവിൽ ALP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. വാസു ചോറോഡിന്റെ 2ാം ചരമവാർഷിക ഭാഗമായി ലൈബ്രറി കൗൺസിൽ ഹൊസ്ദുർഗ് താലൂക്ക് കമ്മിറ്റിയുടെയും തടിയൻകോവൽ കൈരളി ഗ്രന്ഥാലയത്തിന്റെയും നേതൃത്വത്തിലാണ് അനുസ്മരണ സമ്മേളനം നടത്തിയത്. തടിയൻകോവൽ ALP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം ലൈബ്രറി കൗൺസിൽ കാസർഗോഡ് ജില്ലാ സെക്രട്ടറി ഡോക്ടർ പി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു. ഹൊസ്ദുർഗ് താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് സുനിൽ പട്ടേന അധ്യക്ഷത വഹിച്ചു. PK സുരേഷ് കുമാർ വാസു ചോറോഡ് അനുസ്മരണ പ്രഭാഷണം നടത്തി. ഗ്രന്ഥശാല ക്വിസ് മത്സര വിജയികൾക്ക് താലൂക്ക് സെക്രട്ടറി P വേണുഗോപാലൻ സമ്മാനദാനം നടത്തി. പടന്ന പഞ്ചായത്ത് അംഗം EV ചിത്ര, ലൈബ്രറി കൗൺസിൽ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K ലളിത, കൈരളി ഗ്രന്ഥാലയം സെക്രട്ടറി A ബാബുരാജ്, ജോയിന്റ് സെക്രട്ടറി VM വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ക്വിസ് മത്സരത്തിന് PP ജയൻ നേതൃത്വം നൽകി. ഗ്രന്ഥശാല ക്വിസ് മത്സരത്തിൽ PV ദിനേശൻ 1ാം സ്ഥാനം നേടി. MV ദിലീപ് കുമാറിനാണ് 2ാം സ്ഥാനം. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. കരിവെള്ളൂർ പെരളം കൊഴുമൽ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു. പ്രകാശൻ കരിവെള്ളൂർ അനുസ്മരണ ഭാഷണം നടത്തി. ജീവിതത്തിൽ വേരോട്ടമുള്ള നിമിഷങ്ങൾ സിനിമയിൽ കാണിച്ചു തരാൻ ശ്രമിച്ചു സത്യനന്ദിക്കാടിനെ പോലുള്ള സംവിധായകൻ, ശ്രീനിവാസനെ പോലുള്ള തിരക്കഥാകൃത്ത്. ഇതിനു മുമ്പ് ഒരു ശ്രീനി ഉണ്ട്. നമ്മൾ കാണുന്ന ഈ ഏറ്റവും ജനപ്രിയനായ ശ്രീനി വരുന്നതിന് മുമ്പ് 70കളിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ശ്രീനിവാസൻ ഉണ്ട്. അത് അധികം ശ്രദ്ധിച്ചിട്ടില്ല. കരിവെള്ളൂർ പെരളം കൊഴുമൽ പൊതുജന വായനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ ആഭിമുഖ്യത്തിൽ ശ്രീനിവാസൻ അനുസ്മരണം സംഘടിപ്പിച്ചു. വായനശാലയുടെ 70ാം വാർഷികത്തോടനുബന്ധിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. പ്രകാശൻ കരിവെള്ളൂർ അനുസ്മരണ ഭാഷണം നടത്തി. ചടങ്ങിൽ K സന്തോഷ് അധ്യക്ഷനായി. MV രാധാകൃഷ്ണൻ മാസ്റ്റർ, A രമേശൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കരിവെള്ളൂർ. കരിവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കാൻഫെഡ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ N സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി. കരിവെള്ളൂർ ഭഗത് സിംഗ് സംവാദവേദിയുടെ ആഭിമുഖ്യത്തിൽ പുസ്തക ചർച്ച സംഘടിപ്പിച്ചു. കാൻഫെഡ് ഓഫീസിൽ നടന്ന പരിപാടിയിൽ N സന്തോഷ് കുമാർ വിഷയാവതരണം നടത്തി. ചടങ്ങിൽ EN പ്രദീപ് കുമാർ അധ്യക്ഷനായി. മുരളീധരൻ കരിവെള്ളൂർ, പ്രകാശൻ കരിവെള്ളൂർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. ഗുജറാത്തിൽ വെച്ചു നടന്ന 40ാമത് നാഷണൽ തൈക്കോണ്ടോ ITF ചാമ്പ്യൻഷിപ്പിലും 2ാമത് ഇന്റർനാഷണൽ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മൂരിക്കോവൽ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിലെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദനവും നടന്നു. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ ഗിരീഷ് NK ഉദ്ഘാടനം ചെയ്തു. ഗുജറാത്തിൽ നടന്ന 40ാമത് നാഷണൽ തൈക്കോണ്ടോ ITF ചാമ്പ്യൻഷിപ്പിലും 2ാമത് ഇൽദോ നാഷണൽ ചാമ്പ്യൻഷിപ്പിലും കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മൂരിക്കോവൽ മാസ്റ്റേഴ്സ് തൈക്കോണ്ടോ അക്കാദമിയിലെ കുട്ടികൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണവും അനുമോദനവും നടന്നു. പയ്യന്നൂർ സബ് ഇൻസ്പെക്ടർ ഗിരീഷ് NK പരിപാടി ഉദ്ഘാടനം ചെയ്തു. 7th ഡാൻ ബ്ലാക്ക് ബെൽറ്റ് ഡോക്ടർ K വേണുഗോപാലൻ അധ്യക്ഷത വഹിച്ചു. ഉപേന്ദ്രൻ M ചടങ്ങിൽ മുഖ്യാതിഥിയായി. മൻസൂർ, മുഹമ്മദ് കുട്ടി, ആതിഫ്, ഹരികൃഷ്ണൻ PK തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ തൈക്കോണ്ടോ ഇൽദോ പ്രകടനങ്ങളും നടന്നു. ഇതോടെ നെറ്റ്വർക്ക് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.